അതിശക്തമായ ത്രികോണ മത്സരമാണ് ഇത്തവണ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ. കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിന്റെ സ്ഥാനാർത്ഥിത്വം തിരുവനന്തപുരത്തെ രാജ്യശ്രദ്ധയിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. UDFന്റെ ശശി തരൂരും LDFൽ മുൻ MP പന്ന്യൻ രവീന്ദ്രനുമാണ് സ്ഥാനാർത്ഥികൾ. ഇത്തവണ NDA ഉറച്ച സാധ്യത കൽപ്പിക്കുന്ന മണ്ഡലത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചിത്രം പരിശോധിച്ചാൽ NDAയുടെ മുന്നേറ്റം പ്രകടമാണ്. എമ്മനും കെ കരുണാകരനും KV സുരേന്ദ്രനാഥും ഉൾപ്പെടെ പ്രമുഖർ മത്സരിച്ച തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തവണ പൊടിപാറും പോരാട്ടമാണ്. 1989 മുതലുള്ള BJPയുടെ വോട്ട് വിഹിതം പരിശോധിച്ചാൽ NDAയുടെ ശക്തമായ മുന്നേറ്റമുള്ള മണ്ഡലം. വിശ്വപൗരനെന്ന് കോൺഗ്രസ് അവകാശപ്പെടുന്ന ശശി തരൂരിനെതിരെ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ എത്തിയതാണ് തിരുവനന്തപുരം മണ്ഡലത്തെ ഇത്തവണ ശ്രദ്ധേയമാക്കുന്നത്. LDFന്റെ പന്ന്യൻ രവീന്ദ്രനും കൂടി ഉൾപ്പെട്ടതോടെ ശക്തമായ ത്രികോണ മത്സരത്തിനാകും ഇത്തവണ തിരുവനന്തപുരം സാക്ഷിയാകുക. ലാണ് ശശി തരൂരിനെ കോൺഗ്രസ് തിരുവനന്തപുരത്തേക്ക് സ്ഥാനാർത്ഥിയായി കൊണ്ടുവരുന്നത്. തിരുവനന്തപുരത്തുകാർക്ക് സുപരിചിതനല്ലാത്ത സ്ഥാനാർത്ഥിക്കെതിരെ കോൺഗ്രസിൽ അന്ന് തുടങ്ങിയ മുറുമുറുപ്പ് ഇന്നും അടങ്ങിയിട്ടില്ല എന്നതാണ് വാസ്തവം. പക്ഷേ കോൺഗ്രസിനെ പോലും അമ്പരപ്പിച്ച് ശശി തരൂർ 3,26,725 വോട്ട് നേടി വിജയിച്ചു. 2014 2,97,806 വോട്ടുകളും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 4,16,131 വോട്ടും നേടി തരൂർ വിജയം നിലനിർത്തി. എന്നാൽ 2009 LDFന്റെ P. രാമചന്ദ്രൻ നായർ രണ്ടാം സ്ഥാനത്തെത്തിയ മണ്ഡലത്തിൽ അടുത്ത 2 മത്സരങ്ങളിലും BJP ആയിരുന്നു LDFനെ കടത്തിവെട്ടി രണ്ടാം സ്ഥാനത്തെത്തിയത്. 2014 O. രാജഗോപാൽ 2,82,336 വോട്ടുകൾ നേടിയപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDAയ്ക്ക് വേണ്ടി കുമ്മനം രാജശേഖരൻ നേടിയത് 3,16,142 വോട്ടുകൾ. ചരിത്രം പരിശോധിച്ചാൽ BJPയുടെ മണ്ഡലത്തിലെ മുന്നേറ്റം തുടങ്ങിയത് 3 ദശാബ്ദം മുൻപാണ്. 1989 BJP ഒറ്റയ്ക്ക് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ ലഭിച്ച വോട്ടുകൾ 56,046 എന്നായിരുന്നു. ഇന്ന് തിരുവനന്തപുരം നഗരസഭയിലെ മുതിർന്ന BJP കൗൺസിലർ P. അശോക് കുമാർ ആയിരുന്നു അന്നത്തെ BJP സ്ഥാനാർത്ഥി. LDFന്റെ സ്വതന്ത്രനായി മത്സരിച്ച സാക്ഷാൽ ONV കുറുപ്പും കോൺഗ്രസിന്റെ പ്രമുഖ നേതാവ് A. ചാൾസുമായിരുന്നു എതിരാളികൾ. ഇന്ന് 2024 എത്തി നിൽക്കുമ്പോൾ 1,00,000 നിന്നും 3 ലക്ഷത്തിലധികം വോട്ടുകൾ നേടിയാണ് BJPയുടെ മുന്നേറ്റം. വലിയ വികസന വാഗ്ദാനങ്ങളായിരുന്നു കഴിഞ്ഞ 2 തവണ ശശി തരൂർ തിരുവനന്തപുരത്ത് വോട്ട് തേടിയപ്പോഴും മുന്നോട്ട് വച്ചിരുന്നത്. ഹൈക്കോടതി ബെഞ്ച്, ബാഴ്സലോണ ഇരട്ട നഗര പദ്ധതി, അങ്ങനെ പലതും. എന്നാൽ ഇത്തവണ അദ്ദേഹം പുറത്തിറക്കിയ വികസന രേഖയിലും 2009 മുതൽ പറയുന്ന ഇതേ വാഗ്ദാനങ്ങൾ ഇടം പിടിച്ചിട്ടുണ്ടെന്നതാണ് സത്യം. വേണ്ടത്ര വികസന കാഴ്ചപ്പാടില്ലാതെയുള്ള പ്രവർത്തികൾ നഗരത്തിന്റെ ചലനത്തെ തന്നെ താറുമാറാക്കിയ സാഹചര്യത്തിൽ കൂടിയാണ് പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കിയുള്ള UDF പ്രചാരണങ്ങളെന്നാണ് ആക്ഷേപം. ലാണ് പന്ന്യൻ രവീന്ദ്രൻ തിരുവനന്തപുരത്ത് MP ആകുന്നത്. PK വാസുദേവൻ നായരുടെ മരണത്തെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹം MP ആയി. 19 വർഷത്തിനിപ്പുറം വീണ്ടും അദ്ദേഹം തിരുവനന്തപുരത്ത് മത്സരിക്കുമ്പോൾ സർക്കാർ വിരുദ്ധ വികാരം എങ്ങനെ മറികടക്കാനാകുമെന്നതാണ് കടമ്പ. നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന നയമാണ് NDA സ്ഥാനാർത്ഥിയും കേന്ദ്ര IT സഹമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് മുന്നോട്ട് വയ്ക്കുന്നത്. മികച്ച സംരംഭകനും സാങ്കേതിക വിദഗ്ധനുമായ അദ്ദേഹത്തിന്റെ പുതിയ വികസന കാഴ്ചപ്പാട് തലസ്ഥാന നഗരമെന്ന നിലയിൽ തിരുവനന്തപുരത്തിന് ഗുണം ചെയ്യുമെന്നതാണ് NDAയുടെ പ്രതീക്ഷ. മറ്റ് സംസ്ഥാന തലസ്ഥാനങ്ങൾ മികച്ച വികസനത്തിലേക്ക് പോയപ്പോൾ തിരുവനന്തപുരം എന്തുകൊണ്ട് അവയെ അപേക്ഷിച്ച് പിന്നോട്ട് പോയി എന്നത് പ്രധാന ചർച്ചയാക്കാൻ അദ്ദേഹത്തിന് ഇതിനകം കഴിഞ്ഞിട്ടുണ്ട്. പാറശാല, നെയ്യാറ്റിൻകര, കോവളം, നേമം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, കഴക്കൂട്ടം നിയോജക മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ
വികസനത്തിനൊപ്പം ജാതി മത സമവാക്യങ്ങളും നിർണായകമാണ്. ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകുന്നവർ ദേശീയ തലത്തിൽ പരസ്പരം കൈകോർക്കുമ്പോൾ ഇങ്ങ് തെക്ക് തിരുവനന്തപുരത്ത് അവർ കൊമ്പുകോർക്കുന്നതിന്റെ രാഷ്ട്രീയവും ജനങ്ങൾ ചർച്ചയാക്കുന്നുണ്ട്. ജനം, തിരുവനന്തപുരം.